ഗുഡ് മോർണിംഗ് ടു ഓൾ. സ്നേഹമുള്ളവരെ, നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന കരിയാമ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവക പള്ളിയുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അതോടൊപ്പം തന്നെ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായിട്ട് ഈ മാസം 23, 24, 25 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. തിരുനാൾ ഒരുക്കമായിട്ടുള്ള നൊവേനകൾ ഈ മാസം 14-ാം തീയതി മുതൽ ആരംഭിച്ചു. ഈ വ്യാഴാഴ്ച കൊണ്ട് അത് പൂർത്തിയാവുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 4:15 പ്രസന്തി വാഴ്ചയോടുകൂടി തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്ത കർമ്മം നടക്കുന്നു. അതിനെ തുടർന്ന് മറ്റ് തിരുക്കർമ്മങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ നടക്കുകയാണ്. 24-ാം തീയതി ശനിയാഴ്ചയാണ് വേസ്പര ദിനം. അമ്പ് പ്രദക്ഷിണം വീടുകളിലേക്ക് യൂണിറ്റ് തലത്തിൽ ആരംഭിക്കുന്നത് രാവിലെ 7 മണിക്കുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നൊവേന. അതിനെ തുടർന്ന് ലതീന് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റുകളിലേക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിലെ വീടുകളിലേക്ക് അമ്പ് പ്രദക്ഷിണം പോകും. അമ്പ് എഴുന്നള്ളിക്കലെ പ്രദക്ഷിണമാണ്. അത് കഴിഞ്ഞ് വൈകിട്ടാണ് ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ടുകുർബാന. വൈകിട്ട് 4:15 പ്രസിദ്ധന്തി വാഴ്ചയെ തുടർന്ന് രൂപങ്ങൾ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. നമ്മൾ താൽക്കാലികമായിട്ടൊരു പന്തൽ നമ്മൾ നിർമ്മിക്കും. ആ പന്തലിലേക്ക് തിരുസ്വരൂപങ്ങൾ നമ്മൾ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. അതിനെ തുടർന്ന് നമ്മൾ ആഘോഷമായിട്ടുള്ള പാട്ടുകുർബാനയും നമ്മൾ നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണവും ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഞായറാഴ്ചയാണ്, അതായത് 25-ാം തീയതി ഞായറാഴ്ചയാണ് ഇടവകയുടെ മധ്യസ്ഥ പിതാവിൻ്റെ പ്രധാന തിരുനാൾ ദിനം. അന്ന് രാവിലെ പതിവുള്ള കുർബാന, വികാരി കുർബാനയുണ്ട്. ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ട് കുർബാന വൈകിട്ട് 4:30 മണിക്ക് ആരംഭിക്കുന്നു. തുടർന്ന് 2-ാമത്തെ ദിവസത്തിൻ്റെ വീണ്ടുമുള്ള ഒരു നഗരം പ്രദക്ഷിണമുണ്ട്. തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള പ്രദക്ഷിണങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് സമാപന പരിപാടികൾ അതോടുകൂടി പൂർത്തിയാവുകയാണ്. ദൃശ്യാലങ്കാരത്തോടുകൂടി NH-ൻ്റെ സൈഡിലുള്ള ദേവാലയം ഏറ്റവും മനോഹരമാക്കുക എന്നൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തിരുനാൾ കമ്മിറ്റി ഒരുക്കങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം നമ്മുടെ അങ്കമാലിയുടെ തന്നെ ഏറ്റവും മികച്ച ലൈറ്റ് ഷോ നടത്തുന്ന ജോയ് സൗണ്ടിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് ഷോന് മുന്നോടിയായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം വ്യാഴാഴ്ച വൈകുന്നേരത്തെ നൊവേനയ്ക്ക് ശേഷം നടക്കുന്നു. വെള്ളിയാഴ്ച കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച കൊച്ചിൻ റോയൽ മീഡിയയുടെ ഗാനമേള വൈകുന്നേരം കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയുടെ തന്നെ സിംസ്തേരിപ്പറമ്പിൽ അരങ്ങേറുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച വാദ്യമേളങ്ങളായ ചെണ്ടയുടെ ഒരു ഷോ നടക്കുന്നുണ്ട്. ഷോ നടത്തുന്നത് സ്വരചലിംഗ മാളയുടെ ഒരു മനോഹരമായിട്ടുള്ള ഷോ നടത്തുന്നു. ശനിയാഴ്ച വൈകുന്നേരം അതിനുശേഷം തന്നെ ഈ പറയുന്ന ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ആധുനിക രീതിയിലുള്ള ലേസർ മാപ്പിംഗ് അടക്കമുള്ള ഒരു ലൈറ്റ് ഷോ ഏറ്റവും ബഹുമാനപ്പെട്ട ജോയിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു. ഞായറാഴ്ചയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു ബാൻഡ് സെറ്റിൻ്റെ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ആമ്പല്ലൂർ റോയൽ വോയ്സിൻ്റെ ഒരു ബാൻഡ് സെറ്റ് ഷോയും അതിനുശേഷം ഒരു ചെറിയ ഫ്യൂഷനും അതിനോടൊപ്പം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഈ എല്ലാ പരിപാടികളിലും 4 ദിവസമായി നടക്കുന്ന എല്ലാ കലാപരിപാടികളിലേക്കും ഏറ്റവും ബഹുമാനപ്പെട്ട അങ്കമാലിക്കാരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നാഷണൽ ഹൈവേയുടെ ഓരത്ത് കിടക്കുന്ന ഒരു ദേവാലയമായതുകൊണ്ട് നമ്മൾ വരുന്നവർക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ പുറകുവശത്തുള്ള നമ്മുടെ ഗ്രൗണ്ടിലാണ്. നമുക്ക് 2 ഗ്രൗണ്ട് അവിടെയുണ്ട്. ആ 2 ഗ്രൗണ്ടിലും എല്ലാ വാഹനങ്ങളും മാക്സിമം നാഷണൽ ഹൈവേയിൽ നിന്ന് വാഹനങ്ങളൊക്കെ മാറ്റി ആ ഗ്രൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം. കാരണം നമുക്കറിയാം, പ്രദക്ഷിണവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഹൈവേയിലൂടെ പോകാനുള്ളത് കൊണ്ട് ഹൈവേയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എല്ലാവരും നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. കൂടാതെ നമ്മുടെ എല്ലാ ആളുകൾക്കും യാതൊരു വിധത്തിലുള്ള യാത്രക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ പ്രദക്ഷിണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്.
യൂണിറ്റ് ഭാരവാഹികളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് അടക്കം ചിട്ടയോടും കൂടി തന്നെ നമ്മൾക്ക് ഈ പ്രദർശനവും മറ്റ് ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ടുള്ള പ്രദർശനവും എല്ലാം പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ തിരുനാളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക. തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഈ തിരുനാളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ തിരുനാൾ ദിവസങ്ങൾ 24, 25, 23, 24, 25 തീയതികളിൽ ഇവിടെ ഒത്തിരി പേര് പുറമേ നിന്ന് നമുക്കറിയാം ഇവിടെ എത്തിച്ചേരാറുണ്ട്. വിശുദ്ധ ക്രിസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സംയുക്ത തിരുനാൾ ഞങ്ങൾ എല്ലാ വർഷവും വളരെ മനോഹരമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ തിരുനാൾ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.